നമസ്കാരം. പുരുഷന്മാർക്ക് മുട്ടൻ പണി കിട്ടാനുള്ള വകുപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൽക്കത്ത ഹൈക്കോടതിയുടെ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇനി സ്ത്രീകളെ ഡാർലിംഗ് എന്ന് അഭിസംബോധന ചെയ്താൽ ആ വിളിയിൽ സ്ത്രീ കംഫർട്ടബിൾ അല്ലെങ്കിൽ കുറ്റകരമായി കണക്കാക്കും എന്ന് കൊൽക്കത്ത ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു. ഡാർലിംഗ് എന്നൊരു സ്ത്രീയെ അഭിസംബോധന ചെയ്യുന്നത് സെക്ഷൽ ഹരാസ്മെന്റിന്റെ പരിധിയിൽ വരും എന്നാണ് കോടതിയുടെ വിധി. അജ്ഞാതയായ സ്ത്രീയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് കുറ്റകരമാണെന്നും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC 354A 509 എന്നിവ പ്രകാരം ക്രിമിനൽ കുറ്റമാണെന്നും കൽക്കട്ട ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. മദ്യലഹരിയിൽ വനിതാ കോൺസ്റ്റബിളിനെ ഡാർലിംഗ് എന്ന് വിളിച്ച ജനക് റാം എന്നയാളുടെ ശിക്ഷ ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി പോർട്ട് ബ്ലെയർ ബെഞ്ചിലെ സിംഗിൾ ജഡ്ജി ജസ്റ്റിസ് ജെ സെൻഗുപ്ത ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. 2015 നടന്ന സംഭവത്തിൽ 9 വർഷത്തിനു ശേഷമാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയ ജനക് റാം എന്ന യുവാവിനെ നിയന്ത്രിക്കാൻ എത്തിയതായിരുന്നു അവിടുത്തെ പോലീസുകാർ. അതേസമയം ഡാർലിംഗ്, നിങ്ങൾ എനിക്ക് ഫൈൻ ഇടാൻ വന്നതാണോ എന്ന് ഇയാൾ ഒരു ഉദ്യോഗസ്ഥയോട് ചോദിച്ചതാണ് അവരെ ചൊടിപ്പിച്ചത്. ഉടനെ തന്നെ തൊട്ടപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും പോലീസുകാർ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അങ്ങനെ കോടതിയിൽ 9 വർഷം കേസ് നടത്തി 11 സാക്ഷികളെ ഈ വിഷയത്തിൽ വിസ്തരിക്കുകയുണ്ടായി. ഒടുവിലാണ് കൊൽക്കത്ത ഹൈക്കോടതി പരിചയമില്ലാത്ത സ്ത്രീകളെ ഡാർലിംഗ് എന്ന് അഭിസംബോധന ചെയ്യുന്നത് IPC 354A പ്രകാരം കുറ്റകരമാണെന്ന് കണ്ടെത്തിയത്. ഒരു സ്ത്രീയുടെ മാന്യതയെ ചോദ്യം ചെയ്താൽ ഉപയോഗിക്കുന്ന വകുപ്പാണ് IPC 354. വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആംഗ്യം കൊണ്ടോ ഒരു സ്ത്രീയെ അസ്വസ്ഥമാക്കുന്ന ചെയ്തികൾ ഉണ്ടായാൽ ഈ വകുപ്പ് പുരുഷന്മാർക്കെതിരെ ചുമത്താൻ സാധിക്കും. അശ്ലീല ചുവയോടെയുള്ള സ്പർശനം ഇതിൽ ഉൾപ്പെടുന്നതാണ്. കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞാൽ സുരേഷ് ഗോപിക്കെതിരെ കേരള പോലീസ് ചുമത്തിയിരിക്കുന്നതും ഇതേ 354A ആണ്. ഇത്തവണ തൃശൂരിൽ സുരേഷ് ഗോപി സീറ്റ് നേടുന്നത് നടക്കുമോ എന്ന ചോദ്യത്തിന് നടക്കുമോ എന്ന് നോക്കട്ടെ മോളെ എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ചതിനാണ് സുരേഷ് ഗോപിക്കെതിരെ ഈ വകുപ്പ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. ഇനിയാണ് രസകരമായ കാര്യം. പരിചയമില്ലാത്ത ആണുങ്ങളെ കയറി സ്ത്രീകൾ ഡാർലിംഗ് എന്ന് വിളിച്ചാൽ പോലീസിന് ഈ വകുപ്പ് ചുമത്താൻ സാധിക്കില്ല. ഡാർലിംഗ് എന്ന് വിളിച്ചാൽ മാത്രമല്ല, മറ്റെന്ത് പറഞ്ഞാലും സ്ത്രീകൾക്കെതിരെ ഒരു കുറ്റവും ചുമത്താൻ വകുപ്പില്ല. ഇനിയുമുണ്ട് പുരുഷന്മാർക്ക് 8ന്റെ പണി കൊടുക്കുന്ന നിയമങ്ങൾ. പുരുഷനും സ്ത്രീയും ഉഭയസമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും സ്ത്രീകൾ ആ സമയം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അത് ബലാത്സംഗമായി കണക്കാക്കാം എന്നുള്ളതാണ്. മദ്യത്തിന്റെ ആസക്തിയിൽ പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും സ്ത്രീ പിന്നീട് ഒരു പരാതി ഉന്നയിക്കുകയാണെങ്കിൽ യാതൊരു നിബന്ധനകളും ഇല്ലാതെ പുരുഷനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്താനാവുന്നതാണ്. 2017 ബോംബെ ഹൈക്കോടതിയുടെ ഒരു വിധി തന്നെയുണ്ട്. ലിക്കർ ഇൻടോക്സിക്കേഷനിൽ ഒരു സ്ത്രീ പുരുഷനുമായി സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും അത് റേപ്പായി കണക്കാക്കാം എന്നാണ് ബോംബെ ഹൈക്കോടതി അന്ന് പറഞ്ഞത്. മദ്യപിച്ച സ്ത്രീ ശാരീരിക ബന്ധത്തിന് അതെ എന്ന് സമ്മതം മൂളിയാലും അത് നോ ആയി കണക്കാക്കപ്പെടും എന്നാണ് കോടതി വിധി. ഒരു സ്ത്രീ ലഹരിയിലായിരിക്കുമ്പോൾ ലൈംഗിക ബന്ധത്തിന് സ്വതന്ത്രവും ബോധപൂർവവുമായ സമ്മതം നൽകാൻ കഴിവില്ല. ബോംബെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 375 വകുപ്പ് പ്രകാരം ബലാത്സംഗത്തെ നിർവചിക്കുമ്പോൾ അവളുടെ സമ്മതമില്ലാതെ എന്ന പദത്തിന് വിശാലമായ അർത്ഥമുണ്ടെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവളുടെ ആഗ്രഹത്തിന്റെ വിശാലമായ മേഖലയെ ഉൾക്കൊള്ളുമെന്നും ബോംബെ ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. ബലാത്സംഗം, ലഹരി എന്നിവ ഒരു ഒഴികഴിവായി മാറില്ല. ഒരു പെൺകുട്ടി മദ്യപിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അവൾക്ക് സ്വതന്ത്രവും ബോധപൂർവവുമായ സമ്മതം നൽകാൻ മാനസികമായി കഴിവില്ല എന്നാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.